ഞാനിപ്പോൾ ഒരു വീഡിയോ അയച്ചത് എറണാകുളത്ത് നിന്ന് ഗുരുവായൂർക്കുള്ള പാസഞ്ചറാണ്. ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് അത് ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയായിട്ടിട്ട ട്രെയിനാണ്. ആ ട്രെയിനിൽ ആരോ ഛർദ്ദിച്ച് നാശമാക്കിയിട്ടിരിക്കുക. എത്ര പേര് യാത്ര ചെയ്യുന്ന വണ്ടിയാണത്. ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ട്രെയിനാണ് പാസഞ്ചർ ട്രെയിൻ. ഇതുപോലെ ഛർദ്ദിച്ചിട്ടിട്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചിട്ട് എന്താണ് അയാൾക്ക് കിട്ടുന്ന ഗുണം? ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഛർദ്ദിച്ച് ആകെ നാശമാക്കിയിട്ടേക്കാം. റെയിൽവേന് നമ്മളൊരു കുറ്റം പറഞ്ഞും കാര്യമില്ല. റെയിൽവേ മാക്സിമം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളാണിത് വൃത്തികേടാക്കുന്നത്. നമ്മളാണ് കുറേ വൃത്തികേടാക്കുന്നത്. റെയിൽവേ പറഞ്ഞ് ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയോടെയാണ് വണ്ടി വരുന്നത്. പക്ഷെ നമ്മൾ അത് മോശമായിട്ട് വൃത്തികേടാക്കിയതാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ വെള്ളം പോലും ഒഴിക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ വൃത്തികേടാണ്. മറ്റൊരാൾ ഉപയോഗിക്കാനുള്ളതാണെന്നുള്ള ചിന്ത പോലും ഇല്ല ആളുകൾക്ക്.